ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സ്ഥാനമുണ്ട്. നമ്മുടെ വിശ്വാസത്തെ ആഴത്തിൽ വർദ്ധിപ്പിക്കുവാനായിട്ട് ഇവ സഹായിക്കുന്നു. ഒരു കൊച്ചുദാഹരണം പറഞ്ഞാൽ, ഈ അടുത്തിടയ്ക്ക് വരാപ്പുഴ അതിരൂപതയിലെ മാടവന എന്ന ഇടവകയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആഗ്നി എന്ന പെൺകുട്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ തിരുവോസ്തി മാംസവുമായും രക്തമായും മാറുകയുണ്ടായി. ഇതൊരു വലിയ ദിവ്യകാരുണ്യ അത്ഭുതവും അടയാളവുമാണ്. ഈ അത്ഭുതത്തിലൂടെ, അടയാളങ്ങളിലൂടെ ആഗ്നി എന്ന പെൺകുട്ടിക്കും ആ ഇടവകയിലെ സർവ്വവിശ്വാസികൾക്കും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികൾക്കും ദിവ്യകാരുണ്യത്തിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിയുവാനും ഓരോ ദിവ്യകാരുണ്യത്തിലും എന്ത് അത്ഭുതമാണ് നടക്കുന്നതെന്ന് ആഴത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനുമായിട്ട് ഈ അത്ഭുതം ഒരു കാരണമായി തീർന്നു. നമ്മുടെ ആരാധനക്രമ കലണ്ടർ അനുസരിച്ച് പുതിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏലിയ സ്ലേവ മൂശക്കാലം. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയും ഈശോയുടെ രണ്ടാമത്തെ ആഗമനവുമൊക്കെയാണ് നമ്മുടെ പ്രധാന ചിന്താവിഷയങ്ങൾ. സെപ്റ്റംബർ മാസം 14-ാം തീയതി വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയാണ് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു തിരുനാൾ. വിശുദ്ധ കുരിശിലൂടെ സർവ്വ മനുഷ്യരും രക്ഷയിലേക്ക് പ്രവേശിക്കുമെന്നും ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും അവൻ സ്വർഗീയ ജെറുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്നും നമ്മൾ ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കുന്നു. ഈ ഞായറാഴ്ചത്തെ വായനകളിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ ചൈതന്യം ആരിലേക്കൊക്കെ പ്രവേശിക്കുന്നുവോ അവരൊക്കെ പുതിയ സൃഷ്ടികളായി മാറുമെന്നും അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുമാണ്. ഒന്നാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അവിടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ടും ദൈവത്തിൻ്റെ പക്കൽ നിന്ന് കൽപ്പനകൾ സ്വീകരിക്കുവാനായിട്ടും മോശ ഒരു മലമുകളിലേക്ക് കയറി പോവുകയാണ്. ദൈവത്തോട് സംസാരിക്കുമ്പോൾ വലിയ പ്രകാശം അവനെ ആവരണം ചെയ്യുകയും ആ വലിയ പ്രകാശം മൂലം അവൻ്റെ മുഖവും ശരീരവുമൊക്കെ പ്രകാശപൂർണമായി തീർന്നുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മർക്കോസ് സുവിശേഷം 9-ാം അധ്യായമാണ് നമ്മുടെ വായനയുടെ ഭാഗമായി നമ്മൾ എടുക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത്, ഈശോ തൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് താബോർ മലയിലേക്ക് പോവുകയാണ്. വിശുദ്ധ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ 3 ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ഈശോ രൂപാന്തരീകരണം നടത്തുകയാണ്. അതായത് താൻ വെറും ഒരു മനുഷ്യൻ മാത്രമല്ല, ദൈവപുത്രനാണെന്ന് തൻ്റെ രൂപാന്തരീകരണത്തിലൂടെ ഈശോ ശിഷ്യന്മാരെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ താബോർ മലയിൽ നിൽക്കുമ്പോൾ വലിയ ഒരു പ്രകാശം അവൻ്റെ മേൽ വരുന്നതായിട്ടും ഒരു മേഘം വന്ന് നിറയുന്നതായിട്ടും ഏലിയായും മോശയും അവനോട് സംസാരിക്കുന്നതായിട്ടൊക്കെ ശിഷ്യന്മാർ കാണുകയാണ്. അതിനുശേഷം ഒരു ദൈവസ്വരം അവിടെ കേൾക്കുകയാണ്, ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ നിങ്ങൾ വിശ്വസിക്കുവിന്. ഈശോ ദൈവപുത്രനാണെന്ന് ഈ 3 ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ മലയിൽ എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. മല എന്ന് പറയുന്നത് ഉയർന്ന പ്രദേശമാണ്. അപ്പോൾ ജീവിതത്തിൽ ഉയർന്ന രീതിയിൽ ചിന്തിക്കുവാനും ഉയർന്ന രീതിയിൽ പ്രവർത്തിക്കുവാനൊക്കെ നമ്മൾ സാധിക്കുമ്പോൾ ദൈവസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കുമെന്ന് സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഈശോ ദൈവപുത്രനാണെന്ന് തിരിച്ചറിയുന്ന പത്രോസ്ലീഹ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഈശോയെ, നമ്മളിവിടെ ആയിരിക്കും നല്ലതാണ്. ഞാൻ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. 1 ഏലിയായ്ക്ക്, 1 മോശയ്ക്ക്, 1 നിനക്ക്. ദൈവത്തിൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കുവാനായിട്ട്, ആ ദൈവിക ചൈതന്യത്തിൽ ജീവിക്കുവാനായിട്ട് പത്രോസ് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഒരു 3 കൂടാരങ്ങൾ നിർമ്മിച്ച് നമുക്കിവിടെ താമസിക്കാമെന്ന് പറയുന്നത്.
എന്നാൽ ഈശോ പറയുന്നത് നമുക്ക് താഴ്വാരങ്ങളിലേക്ക് പോകാം. ദൈവചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ദൈവത്തിന് ലഭിക്കുന്ന ശക്തി അനുസരിച്ച് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ഈശോ പറഞ്ഞു തരികയാണ്. ഈ 3 ശിഷ്യന്മാർക്കും ഈശോയുടെ ദൈവത്വം വെളിപ്പെട്ട് കിട്ടിയതിന് ശേഷം അവർ ഒത്തിരിയേറെ ആഴത്തിൽ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ട് പിന്നീട് അവരുടെ ജീവിതം നമുക്ക് സാക്ഷ്യമായി തീരുന്നു. പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് ശിഷ്യഗണത്തിന് മുഴുവൻ തലവനായിട്ട് അനേകം സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുകയും അതോടൊപ്പം തന്നെ ഈശോയുടെ രക്തസാക്ഷിയായി മാറുകയും ഒക്കെ ചെയ്യുന്നു. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, പ്രസംഗങ്ങളിലൂടെ പത്രോസ് അനേകം ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നുണ്ട്. അവൻ രക്തസാക്ഷിയായി തീരുമ്പോൾ പറയുന്നുണ്ട്, ഈശോയെ പോലെ കുരിശിൽ തറയ്ക്കപ്പെടാൻ യോഗ്യനല്ല, അതുകൊണ്ട് എന്നെ തഴകേലായി കുരിശിൽ തറയ്ക്കണമെന്ന് പറയുന്നു. ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെക്കുവാനായിട്ട് പത്രോസിനെ സഹായിച്ച പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈശോയുടെ രൂപാന്തര വേളയിൽ അവൻ സാക്ഷിയായി തീർന്നു എന്നുള്ളതാണ്. യോഹന്നാൻ ശ്ലീഹയെ പറ്റി നമുക്കറിയാം. സുവിശേഷത്തിലൂടെയും വെളിപാട് പുസ്തകത്തിലൂടെയും ലേഖനത്തിലൂടെയും ഒക്കെ ഈശോയെ പറ്റി അനേകം ആളുകളെ തൻ്റെ എഴുത്തിലൂടെ അവൻ പഠിപ്പിക്കുകയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം യാക്കോബ് ശ്ലീഹയാണ് ആദ്യ രക്തസാക്ഷിയായി തീരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മുടെ ജനനം മുതൽ ഈശോയെപ്പറ്റി കേൾക്കുകയും അറിയുകയും അവൻ്റെ തിരുശരീരവും തിരുരക്തവും ഒക്കെ സ്വീകരിക്കുകയും അവൻ്റെ ദൈവത്വം ഏറ്റുപറയുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ മാറ്റങ്ങൾ ഉണ്ടാകുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ലഭിക്കുന്ന ദൈവിക വിശ്വാസം നമ്മുടെ അനുദിന ജീവിതത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ ദൈവിക ജീവിതവുമായി മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ വിശ്വാസത്തിൽ ആഴത്തിൽ വളരുവാനായിട്ട് നമ്മെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ദിവ്യകാരണത്തിലൂടെ, ദൈവവചനങ്ങളിലൂടെ ലഭിക്കുന്ന ശക്തി അനുസരിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.